പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ജനകീയ പ്രശ്നങ്ങൾ ഉന്നയിച്ച് ഭരണസ്തംഭനം സൃഷ്ടിക്കുന്ന സമരങ്ങളാണ് CPM നടത്തിയിരുന്നത്. ഭരണസ്തംഭന സമരങ്ങളിൽ പലതും അക്രമത്തിലും പോലീസ് നടപടികളിലുമാണ് കലാശിച്ചത്. എന്നാൽ സോളാർ തട്ടിപ്പ് കേസിൽ സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും നടത്തിയ സമരം മറ്റു പല സമരങ്ങൾ പോലെ പരാജയപ്പെട്ട് പിൻവലിക്കേണ്ടി വന്നു. ആയിരങ്ങൾ അണിനിരന്ന സെക്രട്ടേറിയറ്റ് ഉപരോധം തലസ്ഥാനത്തെ സ്തംഭിപ്പിച്ചെങ്കിലും ജുഡീഷ്യൽ അന്വേഷണ പ്രഖ്യാപനത്തോടെ പെട്ടെന്ന് പിൻവലിച്ചത് ഘടകകക്ഷികളുടെയും അണികളുടെയും എതിർപ്പിനിടയാക്കി. മുഖ്യമന്ത്രിയെ ഉപരോധിക്കുന്ന സമരവും വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല. അതിനിടെ ക്ലിഫ് ഹൗസ് ഉപരോധം സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുന്നതായി ആരോപിച്ചുണ്ടായ പ്രതിഷേധത്തിന്റെ തുടർച്ചയായി സോളാർ വിഷയത്തിൽ എല്ലാ സമരങ്ങളും നിർത്തിവെച്ചു. പാചകവാതക വിലവർദ്ധനവിനെതിരെ ജനങ്ങളിൽ ഉയർന്ന പ്രതിഷേധത്തിനനുസരിച്ച് വേഗത്തിൽ സമരം സംഘടിപ്പിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല. അല്ല, 15 എന്ന് പറയുമ്പോൾ ഇന്നലെ ആലോചിച്ച് 15 വരെ എന്തിനാണ് പോകുന്നത് എന്നുള്ളത് സ്വാഭാവികമായിട്ട് ചോദിക്കാം. പക്ഷേ 1400 കേന്ദ്രങ്ങളിൽ സമരമെന്ന് പറയുമ്പോൾ തൊട്ട പിറ്റേ ദിവസം സമരം ആരംഭിക്കാൻ വലിയ പ്രായോഗികമല്ലല്ലോ. അതിന് കുറച്ച് ദിവസം എടുക്കുന്നതാണല്ലോ നല്ലത്. അതുകൊണ്ടാണ് അതിലിടക്ക് തീരുമാനിച്ചാൽ സന്തോഷം. അത് ഗവൺമെൻറ് ആകെ പിൻവലിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. തികച്ചും സമാധാനപരമായി 140 നിയമസഭാ മണ്ഡലങ്ങളിൽ നിരാഹാര സമരം നടത്താനാണ് CPM തീരുമാനം. സമരരീതിയിൽ മാറ്റം വരുത്തുന്നുവെന്ന് ജനങ്ങളോട് പറയുന്നതിനൊപ്പം തെരഞ്ഞെടുപ്പിന് മുമ്പ് മണ്ഡലങ്ങളിൽ പാർട്ടി പ്രവർത്തകരെയും അനുഭാവികളെയും സജീവമാക്കുക എന്ന ലക്ഷ്യം കൂടി ഈ മാറ്റത്തിന് പിന്നിലുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.